12ാം ക്ലാസ്സിന് ശേഷം IIM-ൽ ചെന്ന് പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. സാധാരണ ഈ IIM എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാനേജ്മെൻറ്റിൽ മാസ്റ്റർ ഡിഗ്രി പഠിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനം എന്ന ചിന്തയാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഈ മാസ്റ്റർ ഡിഗ്രി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 12ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അവിടെ പോകാൻ പറ്റുക എന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യും. ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല. ഇന്ത്യയിൽ 5 IIM-കൾ 12ാം ക്ലാസ്സിന് ശേഷം ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകളിലേക്കാണ് നമുക്ക് 12ാം ക്ലാസ്സിന് ശേഷം അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഏതൊക്കെ IIM-കളിൽ നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും, അതിൻ്റെ ഒരു ആവറേജ് ഫീ സ്ട്രക്ചർ എന്തായിരിക്കും, എന്ത് പരീക്ഷയാണ് നമ്മൾ എഴുതേണ്ടത്, എന്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള വിവരങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പ്രമുഖമായ പല പരീക്ഷകളും കണ്ടക്ട് ചെയ്യുന്ന ഏജൻസിയാണ് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ജിപ്മാറ്റ് എന്ന പേരിൽ ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജിപ്മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ്. ഈ ജിപ്മാറ്റ് എന്ന പരീക്ഷയിലൂടെ നമുക്ക് 2 IIM-കളിൽ അഡ്മിഷൻ നേടാനായി സാധിക്കും. അതിലൊന്ന് ജമ്മുവിലെ IIM-ഉം രണ്ടാമത്തത് ബോധ്ഗയയിലെ IIM-ഉം ആണ്. എന്നാൽ ഈ 2 IIM മാത്രമല്ല ഈ 12ാം ക്ലാസ്സിന് ശേഷമുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് പുറമേ തന്നെ ഇൻഡോറിലും റോഹ്തക്കിലും റാഞ്ചിയിലും ഒക്കെ ഈ പ്രോഗ്രാമുകൾ ഉണ്ട്. എന്നാൽ മറ്റു 3 IIM-കൾക്കും ആവശ്യമായിട്ടുള്ളത് ജിപ്മാറ്റ് എന്ന പരീക്ഷയല്ല. അവരുടേത് അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാമാണ്. NTA-യുടെ അണ്ടറിലേക്ക് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെയും 2 IIM-കൾ മാത്രമാണ് ഈ ജിപ്മാറ്റിൻ്റെ അണ്ടറിലേക്ക് വന്നിട്ടുള്ളത്. അത് ഒന്ന് ജമ്മു ആണ്, രണ്ടാമത്തത് ബോധ്ഗയാണ്. അപ്പോൾ ഓർക്കുക, നിങ്ങൾ മറ്റ് IIM-കളിലേക്ക് അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ജിപ്മാറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത്. അവർ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് പരീക്ഷകളും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിന് അവരുടെ സൈറ്റിൽ കയറിയിട്ട് ആ അഡ്മിഷൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയും ആ പരീക്ഷകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും വേണം. ഇനി വലിയൊരു ചോദ്യം മലയാളികളുടെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ളത് നമ്മുടെ കോഴിക്കോട് ഇതില്ലേ എന്നുള്ളതാണ്. കോഴിക്കോട് IIM ഉണ്ട്, പക്ഷേ കോഴിക്കോട് IIM-ന് 12ാം ക്ലാസ്സിന് ശേഷം നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഈ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം അവൈലബിൾ അല്ല. അതിനി വരും വർഷങ്ങളിലെങ്ങാനും വന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വരയ്ക്കും നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം മലയാളികൾക്ക് കേരളത്തിൽ അവൈലബിൾ അല്ല. എന്ന് വെച്ചിട്ട് മലയാളികൾ ആരും പുറത്തു പോയി പഠിക്കാൻ പാടില്ല എന്നൊരു നിയമമില്ല. നമുക്ക് ഇന്ത്യയിലെ ഏത് IIM-ലും പഠിക്കാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്ത് നിർത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ 11ാം ക്ലാസ് മുതലെങ്കിലും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും. കാരണം ഇതിൻ്റെ എൻട്രൻസ് പരീക്ഷ ഒത്തിരി അധികം കുട്ടികൾ അപ്പിയർ ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരീക്ഷ നമ്മൾ വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമില്ലേ. ഇതിൻ്റെ എലിജിബിലിറ്റി പ്രകാരം 11, 12 ക്ലാസ്സിൽ നിങ്ങൾ ഏത് വിഷയം പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതിപ്പോൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. ഇനി ഈ വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടി വരുന്ന എൻട്രൻസ് പരീക്ഷയിൽ 3 ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അതിലൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും ലോജിക്കൽ റീസണിങ്ങും ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവും. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഈ 3 കാറ്റഗറിയിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരിക. ഇതിൽ ആദ്യത്തേത് 2 എണ്ണത്തിൽ നിന്നും 33 വീതം ചോദ്യങ്ങളും അവസാനത്തേതായ വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് 34 ചോദ്യവും അങ്ങനെ ചേർത്ത് വരുമ്പോഴത്തേനും 33, 33, 34 കൂടി 100 ചോദ്യങ്ങളാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടി വരിക. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിന് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കേണ്ടി വരും. 150 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് ഈ ജിപ്മാറ്റ് എന്ന എക്സാം. ഞാനിപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിപ്മാറ്റിനെ വെച്ചിട്ടാണ് കേട്ടോ. ജിപ്മാറ്റിൻ്റെ ഫോർമാറ്റാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിപ്മാറ്റ് എന്ന് പറയുന്നത് 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഓരോ ശരി ഉത്തരത്തിൽ നിന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നത് 4 മാർക്ക് വീതമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 100 ചോദ്യങ്ങൾ ടോട്ടലായിട്ട് നമുക്ക് എല്ലാം ശരിയായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 400 മാർക്ക് സ്കോർ ചെയ്യാനായി സാധിക്കും. ഇനി ഈ പരീക്ഷയുടെ മാർക്കിനെ ബേസ് ചെയ്ത് മാത്രമല്ല ഈ സ്ഥലങ്ങളിലൊക്കെ അഡ്മിഷൻ നടക്കുക. ഈ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്കൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതിൻ്റെയും കൂടെയൊക്കെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ സെലക്ഷനും കാര്യങ്ങളും ഒക്കെ വരിക. ഇനിയിപ്പോൾ IIM ആണല്ലോ, ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത പലരുടെയും മനസ്സിലുണ്ടാവും.
IIMകളായാലും IITകളായാലും അവിടെ എല്ലാം ഫീ നമ്മൾ പേ ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേയും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് ഈ കോമൺ ആയിട്ടുള്ള കാറ്റഗറിയിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ചില കാറ്റഗറിക്ക് ഫീ റിഡക്ഷനും കാര്യങ്ങളും ഒക്കെ വരും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന IIT IIM തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ അഡ്മിഷൻ നേടുമ്പോൾ അവിടെ നമ്മൾ ഫീ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ വളരെ എന്താ പറയുക കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം എഴുതിയിട്ടല്ലേ നമ്മൾ എൻ്റർ ചെയ്യണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ ഒന്നും ഫീ ഉണ്ടാവില്ല എന്നൊരു ചിന്ത ചിലരുടെ എങ്കിലും മനസ്സിലുണ്ട്. അത് ഞാൻ പലപ്പോഴും എൻ്റെ പല വീഡിയോകളുടെ താഴെ കമൻറ്റുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഈ ചോദ്യങ്ങൾ വരുന്നത് അല്ല കേട്ടോ, നമ്മൾ അവിടെ പേ ചെയ്യേണ്ടി വരും. ഈ IIMലൊക്കെ ആണെങ്കിൽ അവിടെ വരുന്ന ഒരു ഫീ സ്ട്രക്ചർ, സ്പെസിഫിക്കലി ഈ IPMAT പോലുള്ള കോഴ്സുകൾക്ക് വരുന്ന ഫീ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ആദ്യത്തെ 3 വർഷം ഇത് ഇൻറ്റഗ്രേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ 3 വർഷം നമ്മളൊരു ബാച്ചിലറും പിന്നത്തെ 2 വർഷം മാസ്റ്റേഴ്സും ചേർന്നിട്ടുള്ളൊരു ഇൻറ്റഗ്രേഷനാണിത്. അപ്പോൾ ആദ്യത്തെ 3 വർഷങ്ങളിലെ ഫീസ് എല്ലാ IIMലും ഒരേ ഫീസല്ല, അതും ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ ഞാനൊരു ആവറേജ് പിടിക്കുകയാണ്. ഒരു 6 to 7 lakhs per year നമ്മൾ ആദ്യത്തെ 3 വർഷത്തിന് കാണണം. അത് കഴിഞ്ഞാൽ പിന്നത്തെ 2 വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഒരു ഡയറക്റ്റായിട്ട് MBA പ്രോഗ്രാമിനേക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റിന് ജോയിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കൂ. ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് ആ വർഷത്തിൽ എത്രയാണോ ഫീസ് ഉണ്ടാവുക ആ ഫീ സ്ട്രക്ചർ തന്നെയാണ് ഈ 3 വർഷത്തിന് ശേഷം നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്ന ഫീ സ്ട്രക്ചർ. ഇങ്ങനെ ഒരു ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12ാം ക്ലാസ്സിന് ശേഷം നമ്മളൊരു IIMൽ പോയി ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ബഡ്ജറ്റായിട്ട് ഒരു 35 to 40 lakhs എങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ 35 to 40 lakhs എന്ന് പറയുമ്പോഴത്തേനും ഇത് 5 വർഷം കൊണ്ട് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നും IIM പോലൊരു സ്ഥാപനത്തിൽ നിന്നാണ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നും ഉള്ള ഓർമ്മ വേണം. ഇനി ഇവിടുത്തെ ഒരു സീറ്റുകളും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ അതും ഓരോ IIMനും ഡിഫറെൻ്റ് ആണ്. ചിലയിടത്ത് 140 ഉണ്ട്, ചിലയിടത്ത് 160 സീറ്റുണ്ട്, ചിലയിടത്ത് 198 സീറ്റുണ്ട്. ഇങ്ങനെ ഓരോന്നിലും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സീറ്റ്സ് ആണ് ഓരോ IIMനും ഉള്ളത്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ വിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇനി വേറൊന്ന്, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 2025 ആണ് നമ്മൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ 12ാം ക്ലാസ് പാസ്സായ വർഷം ഒന്നുകിൽ 2023 ആയിരിക്കണം, അല്ലെങ്കിൽ 2024 ആയിരിക്കണം, അതുമല്ലെങ്കിൽ 2025 മാർച്ച് പരീക്ഷ എഴുതുന്ന ഒരാളായിരിക്കണം നമ്മൾ. ഈ 3 വർഷങ്ങളിലുള്ളവർക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതിക്കൊണ്ട് IIMൽ അഡ്മിഷന് നേടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതുകൂടാതെ ഇതിലൊരു IIM വേറൊരു പ്രോഗ്രാം നൽകുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ലോ ആണ്. അതും IIM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് IIM ആണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെയും IIM പ്രോഗ്രാം നൽകുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ കേൾക്കുന്ന വിവരങ്ങളുണ്ടല്ലോ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങളിൽ മാത്രം നിന്നാൽ പോരാ, ബാക്കിയുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.